നമസ്കാരം. 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ്. നോക്കിയായിരുന്നു നമ്മൾ ലാസ്റ്റ് ഇട്ടിരുന്ന വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു മക്കളെ? ഏത് ചാപ്റ്റർ ആയിട്ടത്? ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് അല്ലേ? നല്ല ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് കുറേ ചോദ്യോത്തരങ്ങളുണ്ട്. നമ്മളത് നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. മക്കൾ ചാപ്റ്ററൊക്കെ വായിച്ചതല്ലേ? ചോദ്യോത്തരങ്ങൾ ചെയ്യാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചായിരുന്നോ? അപ്പോൾ ആൻസറൊക്കെ എളുപ്പം നമുക്ക് മനസ്സിലാവുന്നത് തന്നെയല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദ്യോത്തരങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ മക്കളേതാ നോക്കിയേ, പേജ് നമ്പർ 37. എന്താണ് 37 അല്ല 38? ഓക്കെ, 38 ആണ് കേട്ടോ. ചാപ്റ്ററാണ് 37 ആരംഭിക്കുന്നത്. അപ്പോൾ അതാ നോക്കിയേ, ചോദ്യം എത്രയാണ്? 38ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദി ലിറ്റിൽ ട്രെയിൻ? എന്താണ് ചോദ്യം? ലിറ്റിൽ ട്രെയിനിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു സംഭവിച്ചത് ലിറ്റിൽ ട്രെയിനിന്? അത് പെട്ടെന്നായിട്ടൊന്ന് സ്റ്റോപ്പായിപ്പോയി അല്ലേ? സഡനായിട്ടങ്ങ് സ്റ്റോപ്പായിപ്പോയി. അപ്പം അതാണ് ഇവിടെ ആൻസർ. എന്താണ്? ദ ലിറ്റിൽ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ് ആൻഡ് couldn't മൂവ് അറ്റ് ഓൾ അല്ലേ? എന്ത് ചെയ്തു? ലിറ്റിൽ ട്രെയിനിന് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? പെട്ടെന്ന് അതങ്ങ് നിന്നുപോയി. പിന്നെ എന്ത് ചെയ്യാനും സാധിച്ചില്ല? മൂവ് ചെയ്യാനും സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി തിങ്സ് ടു ദി അതർ സൈഡ് ഓഫ് ദി മൗണ്ടൻ? എന്ത് കാര്യത്തിനാണ് അതർ സൈഡ് ഓഫ് ദി മൗണ്ടനിലേക്ക് ഈ സാധനങ്ങളും ക്യാരി ചെയ്തുകൊണ്ട് വഹിച്ചുകൊണ്ട് ലിറ്റിൽ ട്രെയിൻ പോകുന്നത്? എന്തിനാ? അവിടെ ബോയ്സും ഗേൾസും കാത്തിരിപ്പുണ്ടല്ലേ? എന്തിനാണ്? ടോയ്സിനും ഫുഡ്സിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ട്രെയിനകത്ത് അതൊക്കെയാണ് ഉള്ളത്. വേണമെങ്കിൽ 2-3 സെൻറ്റൻസിൽ എഴുതാം. നമുക്ക് തൽക്കാലം ചെറുതായിട്ട് എഴുതാം, കുഞ്ഞു മക്കൾക്ക് ചെറിയ നോട്ട്. The little train carries toys and good food to the boys and girls who are waiting in the other side of the mountain to make them happy. അവരെ ഹാപ്പി ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഫുഡും ടോയ്സും ഒക്കെ കൊണ്ടുപോകണം അല്ലേ? അതിനാണ് ലിറ്റിൽ ട്രെയിൻ ഇത് എന്ത് ചെയ്യുന്നത്? മൗണ്ടൈൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതൊക്കെ ആയിട്ടാണ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിൽ ദ ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ആ ഷൈനി ന്യൂ എൻജിൻ വന്നില്ലേ, അത് ആ ട്രെയിനിനെ ലിറ്റിൽ ട്രെയിനിനെ സഹായിക്കുമായിരിക്കുമോ? സഹായിക്കുമായിരിക്കും എന്ന് നമുക്ക് പറയാം. ആ പേജ് എത്തിയപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കൂ? യെസ്. എന്താണ്? ഐ തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. അതായത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആ പേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായോ? അത് നോക്കിയേ, പേജ് നമ്പർ 39 വരുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ? അപ്പോൾ അവിടെ ഈ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ഈ ട്രെയിൻ സഹായിച്ചു അല്ലെങ്കിൽ സഹായിച്ചില്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ഊഹമാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഊഹം എഴുതിക്കൂടെ? അപ്പം നമ്മുടെ ഊഹം എന്താണ്? സഹായിക്കുമെന്നാണ്. പിന്നീടല്ലേ നമ്മൾ അറിയുന്നത് സഹായിച്ചില്ല എന്ന്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി ബട്ട് ഹി ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. വൈ? ചെറിയ ഫ്രണ്ട്ലി ഒക്കെ ആയിരുന്നു ആരാ? ഈ ട്രെയിൻ. പക്ഷെ എന്താ, അവരോട് സഹായിച്ചോ? ഇല്ല. അവരോട് ചോദിക്കുന്നില്ലേ, ഹൗ ഡെയർ യു, നിനക്ക് എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനെ പറയാൻ എന്നൊക്കെ ചോദിക്കുന്നില്ലേ? നിന്നെ വലിച്ചുകൊണ്ട് പോകാനോ എങ്ങനെ തോന്നി ഇങ്ങനെ പറയാൻ എന്നൊക്കെ ചോദിച്ചില്ലേ? ഈ ട്രെയിൻ വലിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ എന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ദ ഷൈനി ന്യൂ എൻജിൻ സീറ്റ് വെയർ ന്യൂ അല്ലേ? ആ ഷൈനി ന്യൂ എൻജിൻ്റെ സീറ്റൊക്കെ പുതിയതായിരുന്നല്ലേ? ഹീ ഈസ് വെരി കെയർഫുൾ അബൌട്ട് ദ പാസഞ്ചേഴ്സ് ഇൻ ഹിസ് കാർസ്. അതിൻ്റെ ആ കാറുകളിൽ അല്ലെ ബോഗികളിലുള്ള പാസഞ്ചേഴ്സിനെ പറ്റി ഭയങ്കര കെയർഫുൾ ആയിരുന്നു അത് അല്ലേ? സോ ഹീ ഡിഡ്ന്റ് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. അതുകൊണ്ടായിരിക്കാം എന്ത് ചെയ്തത്? ലിറ്റിൽ ട്രെയിനെ സഹായിക്കാതിരുന്നത്. അടുത്തത് 5, ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് അവേ വിത്തൗട്ട് എ വേർഡ്. വാട്ട് വാസ് ദ റീസൺ? എന്താണ്? ബിഗ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു എൻജിൻ വന്നായിരുന്നു അല്ലേ? അതെന്ത് ചെയ്തില്ല? സഹായിക്കാതെ ഒരൊറ്റ അക്ഷരം ഇണ്ടാതെ അങ്ങ് പോയി. എന്താ കാര്യം? എന്താ അത്? ഹി യൂസ്ഡ് ടു പുൾ ഹെവി ലോഡ്സ് ആൻഡ് ബിഗ് ട്രക്സ്. ഹി ഡിഡ്ന്റ് പുൾ ടോയ്സ്. എന്താണ്? ഭയങ്കര വെയിറ്റ് ഉള്ള സാധനങ്ങളും ട്രക്കും ഒക്കെയാണ് അവർ വലിച്ചുകൊണ്ട് പോകുന്നത്. ആരാണ്? ഈ വലിയ എൻജിൻ എന്ന് പറഞ്ഞത് അല്ലേ? പിന്നെ സോ ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് അവേ വിത്തൗട്ട് എ വേർഡ്. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ പോയത്. അടുത്തത്, വിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ആ ബ്ലൂ എൻജിൻ ട്രെയിനെ സഹായിക്കുമായിരിക്കുമോ? യെസ് അല്ലേ? സഹായിക്കുമായിരിക്കാം. ഷീ ഈസ് എ ഹാപ്പി ആൻഡ് കൈൻഡ് എൻജിൻ, സോ ഷീ വിൽ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. അവൾ ഭയങ്കര ഹാപ്പിയാണ്, എന്താണ്, കൈൻഡ് ആണെന്നൊക്കെ തോന്നുന്നുണ്ട്, സഹായിക്കുമായിരിക്കാം എന്ന് പറയും. അടുത്തത്,
വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ആ ബ്ലൂ എൻജിൻ ആ ട്രെയിനെ സഹായിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നേ? അപ്പുറത്തെ സൈഡിൽ വെയിറ്റ് ചെയ്യുന്ന ബോയ്സിനും ഗേൾസിനും ഫുഡും ടോയ്സും ഒക്കെ ഉണ്ടാവുമോ? ഇല്ല. അതാണ് അവിടെ പറയുന്നത്. ഇഫ് ഇറ്റ് ഡോണ്ട് ഹെൽപ്പ് ദ ബോയ്സ് ആൻഡ് ദ ഗേൾസ് ഇൻ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ വുഡ് ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. അത് സഹായിച്ചില്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വെയിറ്റ് ചെയ്യുന്ന ബോയ്സിനും ഗേൾസിനും ഒക്കെ എന്തുണ്ടാവില്ല? ഫുഡും ടോയ്സും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മക്കളെ, എൻ്റെ ഇടയ്ക്ക് മറക്കല്ലേ ഒരു കാര്യം പറയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, മറന്നു പോരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹൗ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഫർ ഫ്രം ദ അതർ എൻജിൻസ്? ഈ ബ്ലൂ എൻജിൻ എങ്ങനെയാണ് മറ്റ് എൻജിനിൽ നിന്നും വ്യത്യസ്തമാകുന്നത്? എങ്ങനെയാണ്? അതെന്ത് ചെയ്തു? ഇത് ശരിക്കും ഇത് എങ്ങനത്തതാണ്? ഇറ്റ് ഈസ് വെരി സ്മോൾ ആൻഡ് യൂഷ്വലി വർക്ക്സ് ഇൻ ദ യാർഡ്. യാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു എൻജിനാണ് ഈ ബ്ലൂ എൻജിൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ? ഈ ലിറ്റിൽ ബ്ലൂ എൻജിനിൽ നിങ്ങൾ കണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് വെരി കൈൻഡ് ആൻഡ് ഹാപ്പി. വളരെ കൈൻഡാണ്, ഹാപ്പിയും ആണ്. അടുത്തത്, വൈ ഡിഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് സ്റ്റാർട്ട് സ്മൈലിംഗ് ആൻഡ് ക്ലാപ്പിംഗ്? അപ്പം ആ ടോയ്സും ഡോൾസും ഒക്കെ സ്മൈൽ ചെയ്യാനും ക്ലാപ്പ് ചെയ്യാനും ഒക്കെ തുടങ്ങിയില്ലേ? എന്താ കാര്യം? ബിക്കോസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിഗാൻ പുള്ളിങ് ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ടു മൂവ്. എന്ത് ചെയ്തു? ബ്ലൂ എൻജിൻ ഇതിനെ വലിക്കാനും തുടങ്ങി, അത് അനങ്ങാനും തുടങ്ങി. അതുകൊണ്ടാണ് സ്മൈൽ ചെയ്യുകയും ക്ലാപ്പ് ചെയ്യുകയൊക്കെ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേ ഐ തിങ്ക് ഐ ക്യാൻ? അങ്ങനെ പറയുന്നില്ലേ ഇത് പുള്ളി ചെയ്യാനായിട്ട് പോകാൻ നേരം? എന്താ അങ്ങനെ പറയാൻ കാരണം? അതൊരു കോൺഫിഡൻസ് ഉണ്ടാക്കലാണ്. എനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാലേ എന്തും ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. എന്താണ്? ഷീ ബിലീവ്സ് ഹെർസെൽഫ്. എന്താണ്? ആദ്യം നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പം നമ്മളിൽ നമുക്കൊരു വിശ്വാസം വേണം. എനിക്ക് പറ്റും. അല്ല, നമ്മളടുത്തൊക്കെ ആരാ പറയുന്നത്? അച്ഛനും അമ്മയും. നിനക്ക് പറ്റുമടാ, നിനക്ക് പറ്റുമടി, നീ ചെയ്യടി, നീ ചെയ്യടാ, അല്ലേ? എന്നാലല്ലേ ചെയ്യൂ. എന്നാലും നമുക്കൊരു വിശ്വാസമില്ല നമുക്ക് പറ്റുമെന്ന്, അല്ലേ? ഇവിടെ ആ ട്രെയിൻ, ലിറ്റിൽ ട്രെയിൻ എന്താണ്? എൻജിൻ എന്താണ്? ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അല്ലേ? എനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. എന്താണ്? അവളിൽ തന്നെയുള്ള അവളുടെ വിശ്വാസം അത് കാണിക്കുന്നത്. ഓൺലി ദെൻ ഷീ കുഡ് ഡു സച്ച് ഡിഫിക്കൽട്ട് തിങ്സ്. എങ്കിൽ മാത്രമേ ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടർ ഇൻ ദിസ് സ്റ്റോറി ഡു യു ലൈക്ക് ദി മോസ്റ്റ്? വൈ? നിങ്ങൾക്ക് ഏത് ക്യാരക്ടറിനെയാണ് ഏറ്റവും ഇഷ്ടമായത്? എന്തുകൊണ്ട്? നമുക്കിപ്പോൾ തൽക്കാലം ബ്ലൂ എൻജിൻ എന്ന് എഴുതാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്യാരക്ടറിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എഴുതാം കേട്ടോ. ക്ലൗഡിനെ ഇഷ്ടമായോ, വേറെ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എഴുതാവേ. ഐ ലൈക്ക് ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ദ ലിറ്റിൽ ട്രെയിൻ. ലിറ്റിൽ ട്രെയിനെ സഹായിച്ചത് കൊണ്ട് എനിക്ക് ആരെയാ ഇഷ്ടം? ബ്ലൂ എൻജിനെ. സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ്? ഈ ഒരു സ്റ്റോറിക്ക് വേറൊരു ടൈറ്റിൽ പറഞ്ഞേ. എന്ത് ടൈറ്റിൽ പറയാം നമുക്ക്? തൽക്കാലം നമുക്ക് എന്തും പറയാം. ദ കൈൻഡ് ബ്ലൂ എൻജിൻ. ഞാൻ പറഞ്ഞതാണത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒരുപാട് എണ്ണം ഇല്ലേ? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നിങ്ങൾക്ക് മനസ്സിൽ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ അത് എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയത് ദ കൈൻഡ് ബ്ലൂ എൻജിൻ എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ, ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? വെറുതെ മക്കൾക്ക് പറഞ്ഞു തരണ്ടായിരുന്നു. മക്കൾ മിടുക്കരാണ്, എല്ലാവർക്കും അറിയാൻ തന്നെ എഴുതാനല്ലേ. സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ടെക്സ്റ്റിൽ തന്നെ ആൻസറും ഉണ്ടല്ലേ. അപ്പോൾ നല്ല മിടുക്കരായിട്ട് പഠിക്കണം. ഇത് കഴിഞ്ഞാൽ തൊട്ട് പിറകെ നിൻ്റെ ആക്ടിവിറ്റീസ് എഴുതുന്നതായിരിക്കും കേട്ടോ. എക്സാമൊക്കെ ഉണ്ട്, മറക്കരുത്. ചോദ്യോത്തരങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ച് മിടുക്കരായിട്ട് പരീക്ഷയൊക്കെ എഴുതണം. ഓൾ ദി ബെസ്റ്റ്.